പാക്കരാന്ന് വിളിക്കരുത്. പട്ടാള മേധാവികൾ എന്നെ വിളിക്കുന്നതേ നിങ്ങളും വിളിക്കാവൂ. നായരപ്പ. വിവരങ്ങളെല്ലാം സ്വലേ അറിയിച്ചു കാണുമല്ലോ അല്ലേ? ഞാനൊരു ഓപ്പറേഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഹിസ്റ്ററിയും ബയോളജിയും എല്ലാം പഠിച്ചിരിക്കും. മനസ്സിലായില്ലേ? ജനറൽ സയൻസും സാമൂഹ്യവാദവും പഠിച്ചിട്ട് പുള്ളി തുടങ്ങുമെന്ന്. ഇന്ന് മുതൽ ഓപ്പറേഷൻ ആരംഭിക്കാം. ഓപ്പറേഷൻ നടത്താം. ഇതെന്താ ആശുപത്രി? സാരല്ല സാർ, ഇന്നു മുതൽ എന്റെ മകളുടെ സംരക്ഷണം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. ജീൻ സാർ, ഇന്നു മുതൽ ഈ വീടും അങ്ങയുടെ മകളും എന്റേതായിരിക്കും. അല്ല, എന്റെ സംരക്ഷണത്തിലായിരിക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ? രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണോ? ഇത്രയ്ക്ക് മെലിഞ്ഞവര് പട്ടാളത്തിൽ എടുക്കുവോ? ന്യായമായ സംശയം സാർ. അമിതാഭ് ബച്ചന്റെ പൊക്കവും അംജദ് ഖാന്റെ തടിയുമായിട്ടാണ് ഞാൻ പട്ടാളത്തിൽ ചേരുന്നത്. പട്ടാള ക്യാമ്പിൽ വെച്ച് എനിക്ക് കൊക്കോ പുഴു വന്നിട്ട് പോലും എന്റെ തടി കുറഞ്ഞില്ല. അവസാനം പാകിസ്ഥാൻ ബോർഡറിലുള്ള കമ്പിവേലികൾ നുഴഞ്ഞു കയറാനുള്ള ദൗത്യം എനിക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. 2 കൊല്ലം പട്ടിണി കിടന്ന് ഞാൻ വണ്ണം കുറച്ച വേലി നീണ്ടു കയറി. അതോടെ വിശിഷ്ട സേവനത്തിലുള്ള സ്വർണ്ണ മെഡൽ തരാമെന്ന് പറഞ്ഞ് എന്നോട് വീട്ടിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. എവിടെ ആയാലും എന്താ, എനിക്ക് ആരെങ്കിലും സേവിച്ചാൽ മതി. മകളെ വിളിക്കൂ സാർ. മോളെ സുനന്ദേ. പാക്കര, വേലി തന്നെ വിള തിന്നല്ലേ. എവിടെയോ കണ്ടു മാറുന്ന മുഖം. കാശ്മീർ താഴ്വരയിൽ തുണി ഇറക്കിക്കൊണ്ട് നിന്നപ്പോഴോ അതോ പട്ടാള ക്യാമ്പിൽ പാത്രം കഴിക്കൊണ്ട് നിന്നപ്പോഴോ ഈ മുഖം അതിലെ കടന്നു പോയതുപോലെ തോന്നുന്നു. കുട്ടി പേടിക്കണ്ട. എന്തു തന്നെ ആയാലും കുട്ടിയെ ഞാൻ സംരക്ഷിച്ചോളാം. ധീരതയ്ക്ക് അവാർഡ് വാങ്ങിയിട്ടുള്ള നായർ സാബാണ് ഈ പറയുന്നതേ. എന്താ ഇത്? അമ്പലത്തിൽ വെടിപൊട്ടിയതാ. ഞാൻ വിചാരിച്ചു 3-4 ലോകം ആയുധം തുടങ്ങിയെന്ന്. പിന്നാലെ നടക്കുന്നേ? കുട്ടി എന്റെ മുന്നാലെ നടക്കുന്നതുകൊണ്ട്. അങ്ങനെ പിന്നാലെ നടക്കുന്നത് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നടക്കാം. പക്ഷെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിച്ചാലോ? അതിനുള്ള യോഗ്യത കുട്ടിക്കില്ല. കുട്ടി മുന്നാലെ നടന്നോളൂ. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല. ചേട്ടാന്ന് വിളിച്ച പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അച്ഛന്റെ ഓരോ സൂക്കേട്. അമ്പലത്തിൽ പോകുമ്പോൾ വേണം ഈ അശ്രീകരം. അശ്രീകരം? എന്റെ അമ്മ എന്നെ വിളിക്കുന്ന അതേ പേര് കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ ആത്മഹൃദയം അപകരിക്കാനായിരിക്കും. എങ്ങോട്ട് പോകുന്നു പട്ടിയം കൊണ്ട്? എന്നോടാണോ? അല്ല, സുനന്ദയോടാ. ഞാൻ പട്ടാളക്കാരനുള്ള കാര്യം മറക്കരുത്. തെറ്റിദ്ധരിച്ചു പോയി. ജയിച്ചവൻ ജയിക്ക് സാർ. ആട്ടെ, ചേട്ടൻ യുദ്ധം ചെയ്തിട്ടുണ്ടോ? യുദ്ധം ചെയ്തിട്ടുണ്ടോന്നോ? എടോ, അതെനിക്കൊരു ഹോബിയായിരുന്നു. വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോ ഓരോ പ്ലെയിനായിട്ട് എടുത്തോണ്ട് കറങ്ങും. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വേണ്ടി ബോംബിട്ടേച്ച് മടങ്ങി വരും. ഇതെന്റെ ഒരു ശീലമാ. എന്താ ഇൻഡോ പാക് യുദ്ധം? ഇൻഡോ പാക് യുദ്ധം എന്ന് പറഞ്ഞാൽ വെറും ഒരു പാക്കിന്റെ പ്രശ്നമാ, അടയ്ക്കാ പാക്കിന്റെ പ്രശ്നം എന്നാണ് നിന്നെ പോലുള്ള മണ്ടന്മാർ കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. യഥാർത്ഥ യുദ്ധം നീ കണ്ടിട്ടുണ്ടോ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് 2 പ്രാവശ്യം മരിച്ചിട്ടുള്ളവനാണ് ഞാൻ. അറിയോ? അതേടാ, ഓപ്പറേറ്റ് ചെയ്ത് പോലും മാറ്റാൻ കഴിയാത്ത 2 ഉണ്ടാ ഇപ്പോഴും എന്റെ ശരീരത്തുണ്ട്. വെടിയുണ്ടാ, ഒന്നിവിടെ ഒന്നിവിടെ. നാം ദേശഭക്തരായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ദേശഭക്തി ഗാനം കേട്ടെന്നിരിക്കട്ടെ. ഞാൻ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത് അറ്റൻഷനായിട്ട് നിൽക്കും. ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടവർക്ക് മുന്നിലാണെങ്കിൽ പോലും. 1998 ക്വിറ്റ് ഇന്ത്യ സമരം. അയ്യോ മേം സാബ്, ലുക്കിയ മേം സാബ് സാബ്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലെ പട്ടാള നടപടിക്ക് ശേഷം ക്ഷേത്രത്തിനകത്തുള്ള കളി ഞാൻ നിർത്തി. കൂട്ടുപോയി തൊഴിട്ട് വരൂ. ഞാൻ അവിടെ ഇല്ല. ഞാൻ നന്നായി. ഉണ്ടായിരുന്നെങ്കിലോ? ആദ്യത്തെ അടി എനിക്കൊണ്ടേനെ. അതോടൊപ്പാ. അല്ല, സുനന്ദ കുഞ്ഞിനെ കാവൽ ഏർപ്പാടാക്കിയിട്ട് താൻ എവിടെ പോയിരുന്നു? എന്താ സ്വലേ ഈ പറയുന്നത്? മേവാജിയുടെ ചലവ് ഭാഷ എനിക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജാലിയൻ വാലാബാഗ് വീണ്ടും ആവർത്തിക്കേണ്ടി വന്നേനെ. അവരുടെ അഡ്രസ് എങ്കിലും ഒന്ന് തരാവോ? എന്തിനാ? ഞാൻ ഇപ്പൊ പോയി വെടിയേച്ചു വരാം. വേണ്ട, ഇനിയിപ്പോ തന്റെ ചരമവാർഷികം കൂടി ഞങ്ങൾ ആഘോഷിക്കേണ്ടി വരും. ഏതായാലും ഇത്രയും പരിചയമായ സ്ഥിതിക്ക് ജപ്പാൻജിക്ക് ഞാനൊരു കമ്പനി കൊടുക്കാം. കാണിക്കല്ലേ? ബാക്കി വന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്തൂടെ? ബാക്കി വന്നാലല്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞങ്ങളിവിടെ ഇറച്ചി മീനൊന്നും വയ്ക്കാറില്ല. കാരണം ഞാനും ഒന്നും കഴിക്കാറില്ല. ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല. പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേയിരിക്കും. അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഏകദേശം എത്ര രൂപ വേണ്ടി വരും? അധികം രൂപയൊന്നും വേണ്ടി വരില്ല. ഒരു 60,000 രൂപ വേണ്ടി വരും. ഈ എയർ കണ്ടീഷൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടെ?
അതിലും ഭേദം നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നതാണ്. അല്ല മുതലാളിക്ക് ഇപ്പൊ 60,000 എന്ന് പറഞ്ഞ വല്ല പ്രശ്നമാണോ? പണം എറിഞ്ഞ പണം തന്നെ പെറുക്കി എടുത്തൂടെ? അല്ല ജപ്പാൻജി, ഈ ഫ്രിഡ്ജ് എന്തിനാ? പിന്നെ 4 കൂൾ സോഡ കുടിക്കാൻ ഞാൻ ടൗണിൽ പോണോ? ഐസ് ക്യൂബ്സ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും, സ്മോൾ അടിക്കാൻ. അല്ല, മോത്തരിക്കാൻ കസ്റ്റമേഴ്സിന്റെ. അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. ജപ്പാൻ ജിയോട് ഞാൻ സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഇരിക്കുന്ന മുതലാളിയോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ട് അങ്ങനെ തോന്നി. ശരിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ പല്ല് കുത്തി പോലെ ഇരിക്കും. തന്നെ എന്നെ കണ്ടോ? ശാന്തേ, ഇവിടെ ഒരുത്തൻ ബാർബറെ കുറ്റം പറഞ്ഞിട്ട് ബാർബർ ഷാപ്പ് തുടങ്ങാൻ പോകുന്നു. ശത്രുവിന്റെ അച്ഛൻ. അയാൾ അവിടെ കിടന്ന് കുരയ്ക്കട്ടെ. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. അത് പട്ടികൾക്കല്ലേ അറിയാവൂ. മുതലാളി, ഞാനും ജപ്പാൻ ജിയും യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? 2 സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ. അവര് വരുന്നുണ്ട്. റെഡിയാണല്ലോ? റെഡിയാണ്. കൃത്യസമയത്ത് ഓൺ ചെയ്തിരിക്കണം. എല്ലാം ഞാനേറ്റു. നീ ധൈര്യം വെച്ചില്ലേ? ജൽദി ചലോ കുട്ടി. മണി 10 കഴിഞ്ഞല്ലോ, ഇതുവരെ സിനിമ താരം എത്തിയില്ലല്ലോ. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് രജനീകാന്ത് കൃത്യസമയത്ത് തന്നെ എത്തണമല്ലോ. സത്യം പറ, മിസ്റ്റർ രജനീകാന്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോന്നോ? ഇതെന്ത് ചോദ്യം? നമ്മളെ സിനിമയിൽ എപ്പോഴും കാണുന്നതല്ലേ? സിനിമയില്ല. എന്നിട്ടാണോ മിസ്റ്റർ രജനീകാന്ത് ഉദ്ഘാടനം ചെയ്യുന്നത് താൻ മൈക്കിൽ കൂടെ പുളുത്തിയത്? സത്യം ഞാൻ പറയാം. കോടാമ്പക്കത്തെ സിനിമാ സ്റ്റുഡിയോയുടെ മുമ്പിൽ ആക്രി കച്ചവടം നടത്തുന്ന കുറവലങ്ങാട്ടുകാരൻ കുഞ്ഞപ്പൻ എന്നൊരാളുണ്ട്. അവന്റെ സ്നേഹിതന്റെ അമ്മാവന്റെ മൂത്ത മരുമകന്റെ മകനാണ് കൊണ്ടുവരാൻ നേട്ടത്. വരാതിരിക്കില്ല. ഈശ്വര, അപ്പൊ അടി ഉറപ്പായി. ഓപ്പണിംഗും ക്ലോസിംഗ് ഇന്ന് തന്നെ ആവോ മുതലാളി? ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജനീകാന്തിന് ഞാൻ കൊണ്ടുവരുമായിരുന്നു. രജനീകാന്തിന്റെ വാൾപോസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് കൊണ്ടുവരാൻ സമയം ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യാൻ മുതലാളി, ഭൂലോക സുന്ദരിയെ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ രജനീകാന്ത് എത്തി. നമ്മുടെ പ്രിയങ്കരനായ സിനിമാകാരൻ രജനീകാന്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കാറിൽ നിന്ന് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ജനങ്ങളൊന്ന് മാറി നിൽക്കണം. എല്ലാവരും ഒതുങ്ങി കൊടുക്കണം. എല്ലാവരും ഒന്ന് മാറിക്കൊടുക്കണം. அன்புடைய ரசிக பெருமக்களே வணக்கம். முதல்ல யாராவது எங்களை கை வச்சா சின்னவர்களுக்கு கொடுத்தால் பல பேர்ல ஒன்று அடுப்பு மாணிக்கோ இது போறக்கண்ணா என்கிட்ட இருந்து 1 வளம் வாங்கினா 100 வளம் வாங்கின மாதிரி. നമ്മുടെ വളക്കച്ചവടക്കാരൻ ഭാർഗവനല്ലേ? പ്രശ്നവും പുറകേക്ക് മാറിക്കോ. എല്ലാവരും ഒന്ന് ശാന്തരാവണം. രജനീകാന്ത് ഷൂട്ടിങ്ങിന്റെ തിരക്കായതുകൊണ്ട് അദ്ദേഹം ജൂനിയർ രജനീകാന്തിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അഗതികളുടെ രജനീകാന്ത് എന്നാണ്. അതുകൊണ്ട് മിസ്റ്റർ അഗതികാന്താണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം, സംഭാവന തന്ന് സഹകരിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആരും ആക്രമാസക്തരാകരുത് പ്ലീസ്. പ്ലീസ് പ്ലീസ്.
എന്റെ പൊന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളോട് സമാധാനിപ്പിക്കും. പ്രിയമുള്ളവരെ, ഈ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് പിതാവെന്ന പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇത് നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ ഐസ്ക്രീം പാർലറാണ്. ഐസ്ക്രീം അല്ല, ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലമെന്റ് ആണ്. ഇതിനെ വിജയിപ്പിക്കണം. മാത്രമല്ല അടുത്ത ഇലക്ഷനിൽ എന്നെയും വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്. ഒരു വാക്ക്. ഈ സ്നേഹപ്രകടനം ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മുടെ ഗ്രാമപിതാവിന്റെ തല കമ്പ്യൂട്ടർ കട്ടിംഗ് നടത്തിക്കൊണ്ട് ഭൂലോക സുന്ദരിയുടെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഇരിക്കണം സാർ. മുടിയുടെ നീളം അരയിഞ്ച് കുറഞ്ഞാൽ മതിയോ? ഓ, ധാരാളം. ഈ ഇലക്ട്രോണിക് ഹൈ പവർ ഹെയർ റിമൂവർ 1/2 മിനിറ്റ് നേരം തലയിൽ വെച്ചാൽ 1/2 ഇഞ്ച് നീളം കുറഞ്ഞു കിട്ടും. 1 മിനിറ്റ് നേരം വെച്ചാൽ 1 ഇഞ്ച് നീളം കുറയും. വല്ല ഷോക്ക് മടിക്കോടോ? ഇല്ല, ഇത് റഷ്യൻ കൊളാബറേഷൻ ആണ് സാർ. വേണ്ട, കുഴപ്പമില്ല. ചെറിയൊരു തരിപ്പേ ഉണ്ടാവൂ, ഉറുമ്പ് നക്കുന്ന പോലെ. ഇത് വെച്ച് മുടി വെട്ടിയ പലരുടെ മനോരോഗങ്ങൾ മാറിയിട്ടുണ്ട്, ചിലർക്ക് വന്നിട്ടുണ്ട്. അയ്യോ, എങ്കിൽ ഞാൻ വൈസ് പ്രസിഡന്റിനെ പറഞ്ഞോടാ. അയ്യോ, ഇങ്ങനെ പേടിച്ചാലോ സാർ? 1/2 മിനിറ്റ് അല്ലേ വേണ്ടു? ഈ തടിക്കഷ്ണം സാർ കടിച്ചു പിടിച്ചോളൂ. ഹൈ പവർ വെക്കാൻ പോവാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. ജപ്പാൻജി, അടിച്ചു പോലിക്കടാ. ഉദ്ഘാടനം വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായി അല്ലേ? ഞാനൊന്ന് പറയട്ടെ മോനെ. വേണ്ട, ആരും ഒന്നും പറയണ്ട. നിങ്ങൾ എല്ലാരും കൂടി എന്നെ നശിപ്പിച്ചത്. ആ പപ്പുവിന്റെ മുമ്പിൽ എനിക്ക് തലമുക്കി നടക്കാൻ പറ്റുമോ? ഇനി അതുകൊണ്ട് ഇപ്പൊ താഴെ നോക്കി തട്ടി വീഴാതെ നടക്കാൻ പറ്റുമല്ലോ. എല്ലാ കുഴപ്പത്തിനും കാരണം ഈ താടി കോമരമാണ്. അഗതി കാന്തും പിന്നും വളക്കച്ചവടക്കാരനും നിന്റെ മുന്നാവും. എടാ രാജപ്പ, നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. രാജപ്പനോ? ആറേ ജപ്പാൻ എന്നത് ഏത് തെണ്ടി ഏർത്ത് വായിച്ചാലും രാജപ്പൻ എന്ന് വായിക്കാം. എന്നെ കഴിക്കില്ല കേട്ടോ. നിർത്ത്. ആ സംഭവത്തിന് ശേഷം ആ പാവം പഞ്ചായത്ത് പ്രസിഡന്റ് തലയ്ക്ക് വെളിവില്ലാതെ പിച്ചും പേയി പറഞ്ഞു നടക്കുക. എന്റെ ഈശ്വര, ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഉടനെ നടത്തേണ്ടി വരുമല്ലോ. ഒരു പഞ്ചായത്തിലെ ഗ്രാമപിതാവിന്റെ തലയ്ക്ക് ഷോക്ക് കൊടുത്ത് ഭ്രാന്തനാക്കി മാറ്റിയ തായ് ഏത് ബ്യൂട്ടീഷ്യനാണോ? ശവത്തിൽ കുത്തല്ലേ സാബ്. വോൾട്ടേജ് അല്പം കൂടിപ്പോയതാണ് പ്രശ്നം. മുതലാളി, എനിക്ക് ഒരവസരം കൂടി തരണം. ഈശ്വര, ഇനി ആരുടെ തലകരിക്കാനാ? കമ്പ്യൂട്ടർ കട്ടിങ് ഞാൻ നിർത്തി. അതാ നല്ലത്. വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കി വെക്കരുത്. മുതലാളിയുടെ പണം എന്ന് പറഞ്ഞാൽ എന്റെ കൂടി പണമാ. മനസ്സിലായോ എനിക്ക്? ഞാൻ ഞൂലിനും പത്തി വെച്ച് തുടങ്ങി. മുതലാളിയുടെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് ഒരവസരം കൂടി തരണം. ഞാൻ താഴേക്കിടയിലേക്ക് ഇറങ്ങി വരാൻ തയ്യാർ. മനസ്സിലായില്ല. എനിക്ക് ഒരാഴ്ചത്തെ ട്രെയിനിങ്ങുള്ള കാശ് സമയവും തരണം. പപ്പുവിന്റെ കടയിൽ കസ്റ്റമേഴ്സിനെ കിട്ടാതെ അവന്റെ കട അടച്ചു പൂട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും അതിനുള്ള വിദ്യ എന്റെ ഉണ്ട്. താൻ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയടോ. ഒന്നിങ്ങോട്ട് വന്നേ. ഒന്ന് മാറി നിൽക്കണോ? പറയട്ടോ, ഒന്ന് മാറി നിൽക്കണോ. പറയും. അത് കൊള്ളാം. എത്ര പണം ഇനി നഷ്ടം വന്നാലും ശരി, ആ പപ്പുനെ തറ പറ്റിക്കണം. എന്ത് സൗജന്യ വടിവാരം, സൗജന്യ വടിവാരം, സൗജന്യ വടിവാരം, സൗജന്യ വടിവാരം. ഭൂലോക സുന്ദരിയിൽ കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ. ഭൂലോക സുന്ദരിയിൽ കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ. കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ ഭൂലോക സുന്ദരിയിൽ. കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ ഭൂലോക സുന്ദരിയിൽ. മീശ പഠിച്ചാൽ താടി വടി ഫ്രീ. മീശ പഠിച്ചാൽ താടി വടി ഫ്രീ. താടി പഠിച്ചാൽ മീശ വടി ഫ്രീ. താടി പഠിച്ചാൽ മീശ വടി ഫ്രീ. താടി മീശ പഠിച്ചാൽ മുട്ടയടി ഫ്രീ. താടി മീശ പഠിച്ചാൽ മുട്ടയടി ഫ്രീ. ഫ്രീ 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 ഫ്രീ. അവന്മാര് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. എന്ത്? അല്ല, നമ്മുടെ നാട്ടുകാർ ഇത്രക്ക് വൃത്തികെട്ടന്മാരാണോ? ഒരു പെണ്ണ് വരുന്നെന്ന് കേട്ടപ്പോ തന്നെ വായു വലിച്ചു കിടന്നിരുന്ന കിളവന്മാര് വരെ കുടിക്കാൻ പിടിച്ച് ക്യൂലോ നിൽക്കുകയാണ് കാശുമായിട്ട്. വനിതാ കണ്ടക്ടർ, വനിതാ പോലീസ്, വനിതാ ആട്ടോ ഡ്രൈവർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വനിതാ ബാർബറ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഗ്രാമത്തിന്റെ പൾസറിഞ്ഞാൻ അവൻ കളിച്ചലോടെ സോലേ. ആനൊക്കെ ആരാണെന്ന് നോക്കിയേ. പോടോ നായർ സാർ, ക്യൂയിൽ പോയി നിൽക്കണോ?
ഇങ്ങോട്ട് വാ. തനിക്കെന്താ ഈ ക്യൂവിക്കാര്യം? എങ്ങനെയെങ്കിലും ശത്രുപാളയത്തിൽ നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന് കരുതിയ ചാരപ്പണിയാണല്ലേ? യുദ്ധരംഗത്ത് മാത്രമുള്ള ഒരു പട്ടാള തന്ത്രമാണ് ഞാൻ പ്രയോഗിച്ചത്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയുമില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഈ മാർച്ചിങ് ശരിയല്ല. എന്ത്? പ്രിയപ്പെട്ട നാട്ടുകാരെ, കേശാലങ്കാർ രംഗത്തെ രോമാഞ്ച കന്യക ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. നിങ്ങളുടെ ജടപിടിച്ച താടിയും കാടുപിടിച്ച മുടിയും വെട്ടിത്തെളിക്കാൻ ത്രിലോക സുന്ദരി രംഗത്ത്. ആയിരക്കണക്കിന് സിനിമാ നടികളുടെ പേഴ്സണൽ ലേഡി ബാർബറായ ത്രിലോക സുന്ദരി ഇതാ വരുന്നു. ഭൂലോക സുന്ദരിയെ പരാജയപ്പെടുത്താൻ ഇതാ ത്രിലോക സുന്ദരി. കൈയടിക്കൂ സുഹൃത്തുക്കളെ, കൈയടിക്കൂ. ത്രിലോക സുന്ദരി തന്നെ, സംശയമില്ല. പക്ഷെ ശത്രുവാണെന്ന കാര്യം മറക്കണ്ട. ശത്രുവിനെയും സ്നേഹിക്കണമെന്നല്ലേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? പപ്പുവിനെ പട്ടിണി കിടാൻ നോക്കിയപ്പം അവസരം എന്താ, പപ്പു കാശ് വാരണം. എന്താ അവിടുത്തെ തിരക്ക്? സൗജന്യമായിട്ട് ജപ്പാൻ പഠിക്കാനിരുന്നിട്ടും കാശ് കൊണ്ട് ഓരോരുത്തർ പങ്കാശിന്റെ അടുത്തേക്ക് ഓടുകയല്ലേ. അല്ല, നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരായാലും ഓടിപ്പോവും. നമുക്കും അതുപോലൊരു വനിതാ ബാർബറെ കൊണ്ടുവന്നാലോ? പിന്നെ വനിതാ ബാർബർമാര് ജോലി തേടി അലഞ്ഞു നടക്കുകയല്ലേ. എന്റെ മുതലാളി ലോകത്തെ ഏക വനിതാ ബാർബറിയാണ് ഈ പങ്ക്രി. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഈ പണിക്ക് പോവോ? ഇതൊരു അസാമാന്യ പ്രതിഭയാണ് ഈ വന്നിരിക്കുന്നത്. അല്ല, ജപ്പാൻ ചില ഭാര്യമാരെ ആരെങ്കിലും കൊണ്ടുവന്ന് പഠിപ്പിച്ചെടുത്തൂടെ? ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ റൂട്ടിലേക്ക് എന്റെ ചിന്ത തിരിച്ചുവിടാമായിരുന്നു. എങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ച് ആ പെണ്ണിനെ വേഗം കട്ടിങ്ങും ഷേവിങ്ങും പഠിപ്പിക്കാൻ നോക്ക്. ഓടിച്ചെന്ന് കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ പലചരക്കടേന്ന് കിട്ടും. എന്റെ മനസ്സിന് സങ്കല്പത്തിന് ചേരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു കിട്ടണ്ടേ കൂലിപ്പട്ടാളം? അങ്ങനെയാണെങ്കിൽ കേട്ടോ, ഒരു വെടിക്ക് രണ്ട് വേണ്ട. ഒരു പട്ടാളക്കാരനോട് ഉള്ളപ്പോ വെറുതെ നീ കയറി വെടിവെച്ച് രാജ്യദ്രോഹിയാകണ്ട. ഞാനൊരു ചൊല്ലു പറഞ്ഞതേ ഉള്ളൂ, മിണ്ടാതെ പോ. മുതലാളി, പങ്കജാക്ഷിയെ നമ്മുടെ പക്ഷത്തേക്ക് മറിച്ചാലോ? അതെങ്ങനെയാ? അവൾ പപ്പുവിന്റെ ജ്യേഷ്ഠന്റെ മോളല്ലേ? അതെ. നമ്മളിനി എന്ത് അഭ്യാസം കാണിച്ചാലും അവൾ നമ്മുടെ പക്ഷത്തേക്ക് വരില്ല. വിവരമില്ലെങ്കിലും മുതലാളി പറഞ്ഞ ശരിയാ. അതങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. മുതലാളിയുടെ സ്വന്തം മോള് പപ്പുവിന്റെ ചക്രവാണിന്റെ പക്ഷത്തായതോ? അത് പിന്നെ പ്രേമം അല്ലേ? അതേ ഒറ്റമൂലി തന്നെ ഇവിടെ നാം പ്രയോഗിക്കണം. ആ ഒറ്റമൂലിക്ക് മുന്നിൽ വഴങ്ങാത്ത സ്ത്രീ ഹൃദയങ്ങളില്ല. ഈ ജപ്പാൻജി പങ്കജാക്ഷിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ അവൾ പിന്നെ ഭൂലോക സുന്ദരിയിലായി. അതെ, മുതലാളിയുടെ മകളെ പ്രേമിച്ചതിന് ഒരു തിരിച്ചടിയുമായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെയായാലും ശരി, അവൻ എന്റെ മുമ്പിൽ തോക്കുന്നത് എനിക്കൊന്ന് കാണണം. പങ്കജാക്ഷി നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ? വെറും ഒരു ബ്യൂട്ടീഷ്യന് കഴിയാത്തത് ചിലപ്പോൾ പട്ടാളക്കാരനെ കൊണ്ട് കഴിഞ്ഞെന്നിരിക്കും. സന്യാസിനി ഓ നീയായിരുന്നു. ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? സംഗീതബോധമില്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. ഈ പ്രേമം എന്ന് പറയുന്നത് നിനക്ക് പറഞ്ഞിട്ടുള്ള വികാരമല്ല. അയ്യേ, ജപ്പാൻജി ഒന്ന് മനസ്സിലാക്കണം. ഒരു പുരുഷന്റെ സൗന്ദര്യം അവന്റെ ആരോഗ്യത്തിലല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും പവർ മാൾട്ട് നിന്ന് മസിൽ പിടിച്ച് നടക്കുന്നതിന്റെ പുറകെ പോകണ്ടേ? പുരുഷന്റെ സൗന്ദര്യം അവന്റെ പൗരുഷത്തിലാണ്. നീ പൗരുഷം എന്ന് ഉദ്ദേശിച്ചത് ഈ അസ്ഥിപഞ്ജരത്തിന്റെ ഏത് ഭാഗത്ത് വരും? ദേ ഈ മുഖത്ത് നോക്കിയിട്ട് എന്ത് തോന്നുന്നു? ഭയം തോന്നുന്നു. ചിരിച്ചപ്പോ കാക്ക തേങ്ങാപ്പൂള് കൊത്തിക്കൊണ്ടുപോകുന്ന പോലെ തോന്നി. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. ഐ ആം എ സോൾജർ. എടോ ഉണക്കപ്പട്ടാളം, പങ്ക് ഇപ്പൊ എനിക്കുള്ളതാണ്. എല്ലാം ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ. അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. അവൾ എന്റേതാണ്, എന്റേത് മാത്രം, എന്റേത് മാത്രം. അയ്യോ 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 അയ്യോ! എന്താ വിളക്കെടുത്തോ? എടുക്കേണ്ടി വന്നു. ആരോ തേങ്ങയിട്ടല്ലോ. ഇന്നവനെ കയ്യോടെ പിടിച്ചിട്ട് എന്റെ കാര്യം. ജപ്പാൻജി ഇങ്ങനെ അവിടെ പോയി കിടക്കുക. ആരാ ആരാ?
ഓ ഇയാളെന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? ഉറക്കത്തേക്ക് നടന്നോ? ഇനി തെങ്ങാന്ന് വീണതായിരിക്കോ? മുണ്ടി കൂടെ മൂത്രം വെച്ചോ? എന്താ ഇവനോ? ആരടാ ഇതൊക്കെ നനഞ്ഞല്ലോ. എന്റെ പ്രേമബന്ധം തകർക്കാൻ കാവലിന് വന്ന സാബിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. ഏറ്റെടുത്ത ജോലി നിങ്ങൾ അന്തസ്സായി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും സ്നേഹിക്കുന്ന മനസ്സുകളുടെ വേദന സാബിന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. സത്യം പറഞ്ഞാൽ പങ്കജാക്ഷിയെ ധീരനും വീരനുമായ സാബിന് തന്നെ വിവാഹം കഴിച്ചു തരണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ എന്തു പക്ഷേ? പങ്കജാക്ഷിയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവൾക്ക് സാബിനേക്കാൾ താല്പര്യം ആ പന്ന ജപ്പാനോടാണെന്ന. സ്വന്തം കുലത്തൊഴിൽ പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആ മരങ്ങോടൻ പങ്കജാക്ഷിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. അതുകൊണ്ട് സാബ് എങ്ങനെയെങ്കിലും ആ ജപ്പാനെ ഒന്ന് ഒതുക്കി എന്റെ സഹോദരിക്ക് ഒരു ജീവിതം കൊടുക്കണം. എന്താ ജീവിതം കൊടുക്കാൻ പറ്റില്ലേ? അതല്ല, പിന്നെ ദുഃഖം അടിപൊട്ടി ഒഴിയതാ. അണിയല്ല ആണാ? എന്നോട് ഇത്രയും സ്നേഹമുള്ള നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഓ, പാരയായിരുന്നു. അതൊന്നും സാരമില്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു. ഇല്ല, ഇനി മുതൽ എന്റെ ഡ്യൂട്ടി നിങ്ങളുടെ പ്രേമത്തിന് കാവൽ നിൽക്കുന്നതാണ്. പറയൂ, സുനന്ദയെ ഞാൻ എവിടെയാണ് കൊണ്ടുവരേണ്ടത്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഏതായാലും നമ്മുടെ ഈ ബന്ധം ആരും അറിയാൻ പാടില്ല. നമ്മൾ പഴയതുപോലെ ശത്രുക്കളായിരിക്കണം മറ്റുള്ളവരുടെ മുമ്പില്. ഓക്കെ, ഇനി മുതൽ ചക്രവാണി സാർ എന്റെ മേജർ സാബായിരിക്കും. ഞാൻ അവിടത്തെ ചാരനും. എടാ പരട്ട ജപ്പാൻ, എന്റെ തോക്കിലെ ഉണ്ട നിന്റെ രക്തത്തിനായി ദാഹിക്കുന്നു. സാർ ദേ അവിടെ ഇരിപ്പുണ്ട്, പോയി മതിയാവോളം സംസാരിച്ചോ. മോളെ ടൈമായി. ലവിന് ഒരു ലിമിറ്റ് ഉണ്ട്. എനിക്കും ഇതുപോലൊരു മീറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? റെഡിയാക്കാം. ഓക്കെ. കടലിലെ ഓളവും കരളിലെ മോഹവും, കടലിലെ ഓളവും കരളിലെ മോഹവും. ഇയാളെന്താ ഓന്ത് മൂക്കിപ്പിടി വലിച്ചു വന്നിട്ടിരിക്കുന്നത്? എന്റെ ഇതെന്താ വേണ്ടാണ് എല്ലാരും എന്റെ നെഞ്ചത്തേക്ക് കയറണത്? എന്റെ പങ്കജാക്ഷി ഓ, അപ്പൊ അതാണോ കാര്യം? പങ്കജാക്ഷി പോയതുകൊണ്ട് തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എനിക്ക് നഷ്ടപ്പെട്ടതേ വില പിടിച്ചെന്റെ നടപ്പല്ല. അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞില്ലെങ്കിലേ ആ നഷ്ടം തനിക്ക് ഞാൻ വരുത്തും, പറഞ്ഞേക്കാം. ആ